ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വൺമില്ലി സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ലീവ് ഡിസൈൻ, അടിപൊളിയായിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സ്ലീവ് ഡിസൈൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതുപോലെ സ്ലീവ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നിങ്ങളുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ ആം ഹോളിൻ്റെ റൗണ്ട് എത്രയാണോ അത് മാർക്ക് ചെയ്തെടുക്കുക. കൈവണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്യുക. അതുപോലെ ഏറ്റവും താഴെയുള്ള കൈവണ്ണം എത്രയാണോ അതാണ് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. പ്ലസ് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ്. 1 ഇഞ്ച് ബാൻഡും കൂടി വരുന്നുണ്ട്. അപ്പം തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് 9 ഇഞ്ച് വരും. അപ്പോൾ ഇവിടെ അരയിഞ്ച് തയ്ച്ച് പോകും, ഇവിടെ അരയിഞ്ച് തയ്ച്ച് പോകും. അപ്പോൾ 8 ഇഞ്ച് വരും. 1 ഇഞ്ച് ബാൻഡും കൂടി വരുമ്പോൾ കറക്റ്റായിട്ട് 9 ഇഞ്ച് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈയിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 9 ഇഞ്ച്. അതുപോലെ ആം ഹോൾ റൗണ്ട് കൊടുത്തിട്ടുള്ളത് 8.25 കണ്ടില്ലേ, ഇവിടെയാണ് വന്നിട്ടുള്ളത്. കൈവണ്ണം വന്നിട്ടുള്ളത് 7.5 ഒരു പോയിൻ്റാണ് വന്നിട്ടുള്ളത്. ഏറ്റവും താഴെയുള്ള കൈവണ്ണം വന്നിട്ടുള്ളത് 6 ഇഞ്ച്. തയ്യൽ തുമ്പിനായിട്ട് 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ബാൻഡിനും കൂടി ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ബോക്സ് പ്ലീറ്റ് ചെയ്തിട്ട് അതിനൊരു ഫ്ലവർ ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ പേപ്പർ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ബാൻഡിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ്. ഇതിൻ്റെ നീളം കൊടുത്തിട്ടുള്ളത് ഡബിളായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, 23 ഇഞ്ചാണ്. അതുപോലെ വീതി കൊടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. ബോക്സ് പ്ലീറ്റ് ചെയ്യുമ്പം കുറച്ച് നീളത്തിലാണ് തുണി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവിനായിട്ട് ക്ലോത്ത് എടുക്കുന്നത് എങ്ങനെ നോക്കാം. നമ്മളെ സ്ലീവിൻ്റെ പാറ്റേണിൽ ഏകദേശം ഇങ്ങനെയാണ് വരേണ്ടത്. അതുപോലെ സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ ഇവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. ഇങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് 4ആയി മടക്കിയിട്ടാണുള്ളത്. 2ആയി മടക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ നീളവും വീതിയും പറഞ്ഞുതരാം. ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് ഡബിളായി മടക്കിയിട്ട് 22 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നീളം എടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പാറ്റേൺ ഇവിടെ മാറ്റി വെക്കാം. അതിനുശേഷം സ്ലീവ് ഇതുപോലെ 2ആയി മടക്കാം. കണ്ടില്ലേ, ഇതുപോലെ 2ആയി മടക്കിയ ശേഷം ഈ മടക്കുള്ള ഈ ഭാഗമാണ് സ്ലീവിൻ്റെ ലെങ്ത്ത്. ഈ മുകളിൽ കാണുന്ന ഈ പോർഷനാണ് ആം ഹോളിൻ്റെ ഭാഗം. ഈ പോർഷൻ ഏറ്റവും താഴെയുള്ള കൈവണ്ണമാണ് കേട്ടോ. അപ്പോൾ ഇനി മാർക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഈ മടക്കുള്ള ഈ ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് വരുന്നത്. അതേപോലെ വീണ്ടും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് താഴെയുള്ള കൈവണ്ണാണ്. ഇനി ഇതേപോലെ തന്നെ ആം ഹോളിൻ്റെ ഈ ഭാഗത്തും മാർക്ക് ചെയ്യണം. ഫോൾഡറിൻ്റെ ഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യാം 3 ഇഞ്ച്. ഒന്നും കൂടി 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഒന്നും കൂടി മാർക്ക് ചെയ്യാം. ഇനി മാർക്ക് ചെയ്ത പോർഷനിലൊക്കെ ഒരു നോച്ച് കൊടുക്കാം. അതേപോലെ ആം ഹോളിൻ്റെ ഈ ഭാഗത്തും കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുന്നത് ഇവിടെ വരെ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒന്നും കൂടി മാർക്ക് ചെയ്യുന്നത് ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. ഒന്നും കൂടി 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. താഴെ മാർക്ക് ചെയ്യണം. അതേപോലെ മുകളിൽ മാർക്ക് ചെയ്യണം. അവിടെ ഒരു നോച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഡബിളായിട്ടുള്ള ക്ലോത്തിനെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിൻ്റ് ഇവിടെ കാണുന്നുണ്ട്. ആ പോയിന്റിലേക്ക് ഒരു മാർക്കും കൂടി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ചിങ് ആണ് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്ലീവിൻ്റെ സെൻറ്റർ വരുന്ന പോർഷൻ. അവിടെ ലൈൻ കൊടുക്കാം. നല്ല കറക്റ്റ് ക്ലിയറായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഡബിളായി മടക്കിയിട്ട് സെൻറ്ററിൽ നിന്നും ഇവിടത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെയും വന്നിട്ടുണ്ട്. ആ 3 ഇഞ്ച് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ പിടിക്കാം. ഇതുപോലെ പിടിച്ചിട്ട് ഈ സെൻറ്ററിൽ ഇതുപോലെ കൊണ്ടുവെക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് കൊടുക്കേണ്ടത് ആം ഹോളിൻ്റെ ഈ ഭാഗത്താണ്. താഴെ കൈവണ്ണത്തിൻ്റെ ഈ പോർഷനിലല്ല പിൻ ചെയ്ത് കൊടുക്കേണ്ടത്, ആം ഹോളിൻ്റെ ഈ ഭാഗത്താണ് കേട്ടോ. അതേപോലെ ഈ ഭാഗത്തുനിന്ന് ഇതുപോലെ എടുത്തിട്ട് സെൻറ്ററിൽ കൊണ്ടുവെക്കാം. ഇങ്ങനെ ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ നിന്ന്, അതായത് ആം ഹോളിൻ്റെ ഈ ഭാഗത്ത് നിന്ന് 2.5 ഇഞ്ച് ഇട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ കിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണേ. രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ. ഈ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അതേപോലെ ഇവിടെയും സ്റ്റിച്ചിട്ട് കൊടുക്കണം. ഈ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ഇട്ടതിന് ശേഷം അടുത്ത പ്ലേറ്റ് എടുക്കാൻ പാടുള്ളൂ.
അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെങ്ങനെ നോക്കാം. ഇതാണ് താഴെയുള്ള കൈവണ്ണം. അവിടെയാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് രണ്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ ആംപോളിൻ്റെ പോർഷനിൽ നിന്ന് താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കെട്ടിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പ്ലീറ്റ് ഇടുന്നത് എങ്ങനെ നോക്കാം. ഇവിടെ നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ 2 നോച്ച് ഇതുപോലെ ഒരുമിച്ച് പിടിക്കാം. എന്നിട്ട് ഈ സെൻറ്ററിൽ കൊണ്ടുവെക്കാം. അതുപോലെ വെച്ചിട്ട് ഇവിടെ നമ്മൾ പ്ലീറ്റ് ഇട്ട പോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ പിടിക്കാം. ഈ സെൻറ്ററിൽ കൊണ്ടുപോയി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ 2 ഭാഗത്തും ഓരോരു പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇളകി പോകും കേട്ടോ. അപ്പോൾ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലീറ്റിനായിട്ട് ആംപോളിൻ്റെ ഈ ഭാഗത്ത് നിന്ന് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായത്, അതായത് ഇവിടെ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടുന്ന് 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്യാം. ഈ 2 പ്ലീറ്റും ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കണം. ഇവിടെ കെട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഈ കൈവണ്ണത്തിൻ്റെ ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഈ ഒരു ഭാഗത്താണ്. ഇവിടെ കെട്ടിട്ട് വേണം നിർത്താനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 പോയിന്റ് ഇതുപോലെ പിടിക്കാം. എന്നിട്ട് ഈ സെൻറ്ററിൽ കൊണ്ടുപോയി ഇതുപോലെ വെച്ച് കൊടുക്കാം. അതേപോലെ ഈ 2 പോയിന്റും പിടിക്കാം. ഈ സെൻറ്ററിൽ കൊണ്ടുപോയി ഇതുപോലെ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെയും പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ 2 ഭാഗത്തും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് 2.5 ഇഞ്ചാണ്. അതിന് ശേഷം മാർക്ക് ചെയ്തിട്ടുള്ളതും 2.5 ഇഞ്ചാണ്. അപ്പോൾ ഇനി മാർക്ക് ചെയ്യേണ്ടതും 2.5 ഇഞ്ചാണ്. അത് ഇവിടെയാണ് വരുന്നത്. കണ്ടില്ലേ, ഇവിടെയാണ് വരുന്നത്. ഫസ്റ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം ഇവിടെ കെട്ടിട്ട് കൊടുക്കാം. ഇനി ഇവിടെ കെട്ടിട്ട് നിർത്താം. ഇനി ഒരു പ്ലീറ്റും കൂടി ബാക്കിയുണ്ട്. അത് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യേണ്ടത്. ഈ 2 പോയിന്റ് ഇതുപോലെ പിടിക്കാം. എന്നിട്ട് ഈ സെൻറ്ററിൽ കൊണ്ടുപോയി ഇതുപോലെ വെക്കാം. അതേപോലെ ഈ 2 പോയിന്റും പിടിക്കാം. ഈ സെൻറ്ററിൽ കൊണ്ടുപോയി ഇതുപോലെ വെക്കാം. ഇതിന് നമ്മൾ ഇവിടെ മാത്രമേ സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ പിന്നൊക്കെ എടുത്ത് മാറ്റാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സെൻറ്ററിൽ നിന്നും 2 ഭാഗത്തേക്കായിട്ട് ഓരോ ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ മാർക്ക് ചെയ്യാം, അതേപോലെ ഇവിടെ മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ നമ്മൾ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റ് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇവിടെ പിൻ ചെയ്ത് കൊടുക്കണം. അതേപോലെ ഈ പ്ലേറ്റും ഇതുപോലെ മടക്കി കൊടുക്കാം. അതും ഇവിടെ പിൻ ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിൻ ചെയ്ത് കൊടുക്കാം. 2 ഭാഗത്തും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഈ പ്ലേറ്റ് മടക്കി കൊടുക്കേണ്ടത്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ പ്ലേറ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റത്തെ പ്ലേറ്റും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ ഭാഗവും നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ ഈ ഭാഗവും ചെയ്തിട്ട് പിൻ ചെയ്തിട്ട് കാണിക്കാം. 2 ഭാഗത്തും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഏറ്റവും മുകളിലത് സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നൊക്കെ എടുത്ത് മാറ്റാം. അതിനുശേഷം സ്ലീവിൻ്റെ പാറ്റേൺ എടുക്കാം. ഇതാണ് സെൻറ്റർ, ഏറ്റവും താഴെ സെൻറ്റർ, ഇത് മുകളിലെ സെൻറ്റർ. അപ്പോൾ ഇതുപോലെ പാറ്റേൺ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഇതാണ് സെൻറ്റർ, അതുപോലെ ഇത് സെൻറ്റർ. ഈ സെൻറ്ററിൻ്റെ ഈ സെൻറ്ററിലൊരു പിൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും. അത് പോവാതിരിക്കാനാണ് ഈ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വേണമെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇവിടെയും ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എന്നിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിലേക്ക് കൂടി ഇവിടെ വരെ സ്റ്റിച്ച് എടുക്കാം.
ഇനി നമ്മൾ എക്സ്ട്രാ വരുന്ന ഈ ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇതാണ് സ്ലീവിൻ്റെ സെൻറ്റർ വരുന്നത്. ഇവിടെ നോച്ച് കൊടുക്കാം. ഞാനിവിടെ പിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി പേപ്പർ നമുക്ക് എടുത്ത് മാറ്റാം. പണിയൊന്നുമില്ല, ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. ഈസിയായിട്ട് എടുക്കാൻ പറ്റും. പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നെങ്ങനെ നോക്കാം. ബാൻഡിനെ ഇതുപോലെ രണ്ടായി മടക്കാം. ഇതുപോലെ രണ്ടായി മടക്കിയിട്ട് ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബോക്സ് പ്ലീറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഇതുപോലെ പ്ലീറ്റ് എടുക്കാം. ഫസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കണ്ടേ. അതിനുശേഷം ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതേപോലെ ഈ അറ്റം വരെ ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് ബാൻഡിന് ബോക്സ് പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ഇതുപോലെ എടുക്കാം. നല്ല ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ഈ ബാൻഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അരേഞ്ച് വിധിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ തയ്യൽ തുമ്പ് അരേഞ്ചാണ് വിട്ടിട്ടുള്ളത്. അരേഞ്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ലൈനിങ് എടുക്കാം. ലൈനിങ് ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ നല്ല പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഈ സ്റ്റിച്ചിലേക്ക് കൂടി തന്നെ ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് സ്ലീവിൻ്റെ സെൻറ്ററും അതുപോലെ ലൈനിങ്ങിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇവിടുന്ന് ഈ അറ്റം വരെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനിങ്ങിലേക്ക് ഒരു പ്രസ് അടുപ്പും കൂടി കൊടുക്കാം. നമ്മൾ ചെയ്യേണ്ടത് ലൈനിങ്ങിനെ ഇതുപോലെ അകത്തോട്ടാക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒരടിയും കൂടി കൊടുക്കണം. ഇവിടെ ഈ അറ്റം വരെയാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ആയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്ത് കളയാം. ബാക്കി ഇവിടെയാണ് കുറച്ച് വരുന്നില്ലേ, ആ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി മറ്റേ സ്ലീവും ഇതുപോലെ ചെയ്തതിന് ശേഷം മാത്രമേ ഫ്രണ്ട് സ്ലീവിനായിട്ട് കുഴിച്ച് കെട്ടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കറക്റ്റായിട്ടുള്ള 9 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കാം. ഇവിടെ അരഞ്ച് തയ്യൽത്തുമ്പും കൂടി പോകും. അപ്പോൾ വേണ്ടത് 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കാം. കറക്റ്റായിട്ട് 9 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ വൈറ്റ് ബീഡ്സ് എടുത്തിട്ട് ഈ 3 ഭാഗത്തും ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ബാൻഡിന് ഇവിടെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു സൂചിയിൽ നൂല് കോർത്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ചെയ്തെടുക്കാം. എൻ്റെ ബീഡ്സ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ബീഡ്സും കൂടി വെച്ച് കൊടുക്കാം. ഇത് ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വെച്ചതിന് ശേഷം ഈ വൈറ്റ് ബീഡ്സിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ കുത്തിയെടുക്കാം. അതേപോലെ തന്നെ ഒന്നും കൂടി കുത്തിയെടുക്കാം. എന്നാലും ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി കുത്തിയെടുക്കാം. ഇവിടെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കെട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ ഇവിടെയും അതുപോലെ ഇവിടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബാൻഡിൻ്റെ ബോക്സ് പ്ലീറ്റിനായിട്ടുള്ള ഡിസൈനാണ്. അത് ചെയ്യേണ്ടത് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് എത്രയാണോ തയ്യൽ തുമ്പ് വിട്ട് മാർക്കറ്റിൽ 2 ഇഞ്ചാണ്. ആ 2 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ തയ്യൽ തുമ്പായിട്ട് പോകുന്ന ഭാഗമായതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് തൊട്ട്
ഈ പോർഷൻ ചെയ്താൽ മതി. ഇവിടെ വരെ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിന് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇതിന് വേണ്ട. അപ്പം ഫസ്റ്റ് ഇതിന് ചെയ്യാം. ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഉൾഭാഗത്തെ കൂടി സൂചി നൂലും ഇതുപോലെ കോർത്തെടുക്കാം. അതായത് ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട്, ഈ ബോക്സ് പ്ലേറ്റിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇവിടെയാണ് വന്നിട്ടുള്ളത്, കറക്റ്റാണ്. ഇതുപോലെ കുത്തിയെടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഇതുപോലെ കുത്തിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഒരു ഫ്ലവർ പോലെയാണ് വന്നിട്ടുള്ളത്. ഇനി ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം ടൈറ്റ് ആവാനായിട്ട്. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ബീഡ്സ് എടുക്കാം. ഇതുപോലെ കോർത്ത് കൊടുക്കാം. ഇതുപോലെ കോർത്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഒരു ബീഡ്സും കൂടി ഇതുപോലെ കോർത്തെടുക്കാം. എന്നിട്ട് വൈറ്റ് ബീഡ്സിൻ്റെ ഇടയിലെ കൂടി ഇതുപോലെ കുത്തിയെടുക്കാം. ടൈറ്റ് ആവാനായിട്ട് ഒന്നും കൂടി ഒന്ന് ചെയ്യാം. ഇതേപോലെ വീണ്ടും ഒന്നും കൂടി ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് കെട്ട് കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കളയാം. ഈ ചെയ്ത ഡിസൈൻ പോലെ തന്നെ ഇവിടെ വരെ ചെയ്തെടുക്കാം. ഒന്നും കൂടി ഞാൻ കാണിക്കാം, ബാക്കിയൊക്കെ ചെയ്തതിന് ശേഷം കാണിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ 2 സെൻറ്റർ എടുക്കുക. ഇവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സൂചി നൂലും കോർത്തെടുക്കേണ്ടത്. ഉൾഭാഗത്ത് നിന്നും നല്ല ഭാഗത്തേക്ക് ഇതുപോലെ കോർത്തെടുക്കുക. അതിനുശേഷം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇതുപോലെ ഒന്നും കൂടി കോർത്തെടുക്കുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. വലിക്കുന്ന സമയത്ത് ഈ പ്ലേറ്റ് ഇതുപോലെ ആക്കി കൊടുക്കാം. ഓക്കെ, കണ്ടല്ലേ, അങ്ങനെ ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ആവാനായിട്ട് ഒന്നും കൂടി ചെയ്യാം. ഓക്കെ, ഫൈനലി നമ്മൾ എല്ലാ ബോക്സ് പ്ലേറ്റിനും ഇതുപോലെ ഫ്ലവറായി ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബ്യൂട്ടിഫുൾ സ്ലീവ് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.